നമസ്കാരം. നിങ്ങളെ ധനവാനും ദരിദ്രനുമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മഹാലക്ഷ്മി നിങ്ങളിൽ പ്രസാദിക്കുവാനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളെ ദരിദ്രനാക്കുന്നതും ധനവാനാക്കുന്നതും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് അതിന് കാരണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തികമായി സഹായം നൽകുന്നത് ഔദാര്യം പരിശീലിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണെങ്കിലും നാം ഇതിന് എന്ത് വിലമതിക്കുന്നുവെന്ന് ആലോചിക്കേണ്ട വസ്തുതയാണ്. അതിനാൽ നമുക്ക് എങ്ങനെ ഉദാരമായി പെരുമാറാമെന്നും നമ്മുടെ കാഴ്ചപ്പാട് എത്രത്തോളം വിശാലമാക്കാമെന്നൊക്കെ നോക്കാം. ഉദാഹരണത്തിന്, ദാനത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ ബൈബിൾ വാക്യത്തിലൊന്ന് പരിഗണിക്കാം. കൊടുപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ ഒഴിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന അളവ് കൊണ്ട് അത് നിങ്ങൾക്ക് അളന്നു കിട്ടും. ദാനം അത്രയും ശ്രേഷ്ഠമാണെന്നാണ് ഈ ബൈബിൾ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ന്യായവിധിയെക്കുറിച്ചും കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നാം നൽകുന്ന ന്യായവിധിയെക്കുറിച്ചും ഉള്ള ഒരു ഭാഗത്തിൻ്റെ മധ്യത്തിലാണ് ഈ ബൈബിൾ വാക്യം. തീർച്ചയായും പൊതുവെ നൽകുന്നതിനെക്കുറിച്ചുള്ള ഒരു മനോഹരമായ വാക്യമാണ് ഇതെങ്കിലും ഈ സന്ദർഭത്തിൽ ഔദാര്യത്തെക്കുറിച്ച് ഒരു പുതിയ രീതിയിൽ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ഉദാരമായി പെരുമാറുവാനുള്ള ഒരു ക്ഷണമായിരിക്കാം ഇത്. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം വിധിയെ, അതായത് തീരുമാനത്തെ തീർച്ചയായും വിലമതിക്കുന്നു. അതിനാൽ നമ്മുടെ വിധിയിൽ ഉദാരമായി പെരുമാറുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെയായിരിക്കും? അക്ഷമയും സംശയവും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉള്ളുവെങ്കിൽ മറ്റുള്ളവർക്ക് അത് എങ്ങനെ ആയിരിക്കും അനുഭവയോഗ്യമാവുക? ഇനി അവർക്ക് അത് അനുഭവ യോഗ്യമായാൽ തന്നെ നമുക്ക് എങ്ങനെ അത് ജീവിതത്തിൽ പ്രതിഫലിച്ചു കാണും? നമുക്ക് കൂടുതൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും ലഭിക്കുമോ? അതോ നാം നിത്യദാരിദ്ര്യത്തിലേക്ക് പോകുമോ? നമ്മളെല്ലാവരും പണത്തെ ഒരു പ്രത്യേക തലത്തിൽ വിലമതിക്കുന്നതിനാലാണ് അത്തരം സംഭാഷണങ്ങൾ പലപ്പോഴും പണമായി മാറുന്നത്, എല്ലാം പണമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നാം ഉദാരമതികളായിരിക്കേണ്ടതും. എന്നാൽ നിങ്ങൾ മറ്റെന്തെല്ലാം കാര്യങ്ങളെയാണ് വിലമതിക്കുന്നത്? സമയം, സ്വത്ത്, ബന്ധങ്ങൾ, ഊർജം, അറിവ് തുടങ്ങിയവയെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ ഉദാരമതിത്വത്തെക്കുറിച്ചുള്ള വീക്ഷണം വിശാലമാക്കുന്നതിൽ വളരെയധികം സഹായിക്കും. യഥാർത്ഥ ജീവിതത്തിൽ നമ്മുടെ ഉദാരമതിത്വം, അതായത് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള മനോഭാവം അല്ലെങ്കിൽ സന്നദ്ധത എങ്ങനെയാണ് എന്ന് നോക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ചെറുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ അധികം ഇല്ലെന്ന് കരുതുന്നത് താരതമ്യേന എളുപ്പവും നിർദോഷവുമാണ്, അല്ലേ? എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതുവരെ നൽകുവാൻ കാത്തിരിക്കുക എന്ന ചിന്ത നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നു. അതായത്, എനിക്ക് ഇപ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ സമ്പത്ത്, അതിൽ നിന്നും കുറച്ചു പോയാൽ തുടർന്നുള്ള ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുകയില്ലേ? അതുകൊണ്ട് കുറച്ചുകൂടി ലഭിക്കുവാൻ കാത്തിരുന്നാലോ? ഇങ്ങനെയുള്ള ചിന്തകളിൽ നിങ്ങൾക്ക് ഈ പ്രകൃതി ശക്തികൾ തന്നെ, സാക്ഷാൽ ജഗദീശ്വരൻ തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുള്ളപ്പോൾ നിങ്ങൾ നൽകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലുള്ളപ്പോൾ നിങ്ങൾ നൽകില്ല എന്ന് സാരം. പ്രപഞ്ചശക്തികളും പ്രപഞ്ച നിയമങ്ങളും ഇവിടെ ബോധപൂർവം നമുക്ക് പരിഗണിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് നൽകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള 3 പ്രായോഗിക വഴികൾ ഇതാ. 1. സ്ഥിരമായി നൽകുക. സ്ഥിരമായി നൽകുക എന്ന് പറഞ്ഞാലും സാധ്യമാവുമ്പോഴെല്ലാം നൽകുക എന്നാണ് അർത്ഥം. ദൈനംദിന പ്രാർത്ഥനയോ ഭക്തിഗാനങ്ങളോ പോലുള്ള ഒരു ദാനം
നിങ്ങളുടെ ദൈനംദിന ജീവിതവുമായി സംയോജിപ്പിക്കുക. സന്നദ്ധ സേവനത്തിലൂടെ നിങ്ങൾക്ക് സ്ഥിരമായി നിങ്ങളുടെ സമയം ചിലവഴിക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഗൃഹം, ജോലി, ബിസിനസ്, കർമ്മരംഗങ്ങൾ തുടങ്ങിയവ എപ്പോഴും ശുദ്ധിയോടെ സൂക്ഷിക്കുന്നതും പതിവായി അല്ലെങ്കിൽ സാധ്യമാവുമ്പോഴെല്ലാം ജാതി മത ഭേദമന്യേ തങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും സാധ്യമായ വഴിപാടുകൾ നടത്തുന്നതും കൂടാതെ മിക്കപ്പോഴും സാധ്യമാവുമ്പോഴെല്ലാം തന്നെ പുതിയ ആരെയെങ്കിലും ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കുകയോ ഭക്ഷണം നൽകുന്നതോ ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിഗണിക്കാവുന്നതാണ്. 2. സ്വമേധയാ നൽകുക. ആരുടെയും പ്രേരണയോ പ്രചോദനമോ ഇല്ലാതെ തന്നെ നൽകുക. ചിലപ്പോൾ ഈശ്വരൻ, ഈ പ്രപഞ്ചശക്തികൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ വഴിയിൽ വയ്ക്കുന്നു. അവനിലുള്ള നിങ്ങളുടെ വിശ്വാസത്താൽ സ്വമേധയാ പ്രതികരിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. താമസിക്കുവാൻ ഒരു അഭയസ്ഥാനം തേടുന്ന ഒരാളോ തെരുവിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോ ഭക്ഷണം ആവശ്യപ്പെടുന്ന ഒരാളോ ആവാം അത്. ഒരുപക്ഷെ അത് പ്രതിസന്ധിയിലായിപ്പോയ ഒരു സുഹൃത്തിൽ നിന്നുള്ള ഒരു വാചകമോ അല്ലെങ്കിൽ നിങ്ങളുടെ നഗരത്തിൽ വഴിതെറ്റി കാണപ്പെടുന്ന ഒരാളോ ആകാം. സ്വമേധയാ മറ്റുള്ളവർക്ക് നൽകുവാനുള്ള ബോധപൂർവമായ തീരുമാനം ജഗദീശ്വരൻ, ഈ പ്രപഞ്ചശക്തി എപ്പോഴും മറ്റുള്ളവരിലൂടെയും തങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതികളെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നു. ഇനി 3, ത്യാഗപൂർവം നൽകുക. നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങൾ പിന്നെ ആവാം, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ മറ്റുള്ളവർക്കാകാം, അല്ലെങ്കിൽ ഈശ്വരൻ ആഗ്രഹിക്കുന്നവർക്കാകാം എന്ന ചിന്ത. ചിലപ്പോൾ നമ്മുടെ ജീവിതം ലളിതമാക്കുന്നതിനും ഏറ്റവും പരിവർത്തനാത്മകമായ രീതിയിൽ ഔദാര്യം പരിശീലിപ്പിക്കാൻ നമ്മെ സ്വതന്ത്രരാക്കുന്നതിനും ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് ആരംഭിക്കേണ്ടതുണ്ട്. ത്യാഗം വളരെ പ്രധാനമാണെന്നർത്ഥം. നമുക്കുള്ളതെല്ലാം തന്നെ ഈശ്വരൻ്റേതാണെന്ന് ഇത് ഓർമ്മപ്പെടുത്തുന്നു. ദാതാവെന്ന നിലയിൽ ഈശ്വരനെ, സാക്ഷാൽ സർവേശ്വരനെ കൂടുതൽ വിശ്വസിക്കുവാനുള്ള ഒരു ക്ഷണമാണിത്. നിങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഈശ്വരൻ ആഗ്രഹിച്ച, നമ്മെ കാത്തിരിക്കുന്ന ആർക്കോ വേണ്ടി ഉച്ചഭക്ഷണം പൊതിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കുറച്ച് ലാഭിക്കാനും ആ വിഭവങ്ങൾ ഉപയോഗിച്ച് മികച്ച എന്തെങ്കിലും ചെയ്യുവാനും നല്ല എന്തെങ്കിലും വേണ്ട, എനിക്കത് വേണ്ട എന്ന് സ്വയം പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ഉദാരമായി ഉപയോഗിക്കുവാൻ ജോലി, ബിസിനസ്, കർമ്മരംഗങ്ങളിൽ നിന്ന് സമയമെടുക്കുക, അവധിയെടുക്കുക. ഏതൊരു ആത്മീയ ശിക്ഷണത്തിലെയും പോലെ നമ്മൾ ചെയ്യേണ്ട ഒന്നായിട്ടല്ല, മറിച്ച് ക്ഷണിക്കപ്പെട്ട, ചെയ്യേണ്ടുന്ന ഒന്നായി ദാനവും നമ്മുടെ മറ്റു പ്രവൃത്തികളെയും കാണുവാൻ തുടങ്ങുമ്പോൾ അത് പരിവർത്തനാത്മകവും ജീവൻ നിലനിർത്തുന്നതും സമ്പദ് സമൃദ്ധി ദായകവുമായി മാറുന്നു. നിങ്ങളുടെ ആത്മീയ ശിക്ഷണങ്ങളുടെ ഭാഗമായി നിങ്ങൾ ഉദാരത പരിശീലിക്കുന്നുണ്ടോ? വരും ആഴ്ചകളിലും മാസങ്ങളിലും തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് എങ്ങനെ ഇതെല്ലാം പരിഗണിക്കുവാൻ സാധിക്കും? നാം മറ്റുള്ളവർക്ക് നൽകുന്ന സഹായങ്ങൾ, അത് ഭക്ഷണം, വസ്ത്രം, അഭയസ്ഥാനം, ജീവിതമാർഗം, പണം, എന്തുമാകട്ടെ, അതൊക്കെ ത്യാഗപൂർവം സ്വമേധയാ നൽകിയാൽ മാത്രമേ നമ്മുടെ ജീവനും ജീവിതവും ജീവിത സാഹചര്യങ്ങളും സമൃദ്ധിയിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തുഷ്ട ജീവിതത്തിലേക്ക് ഉയരുകയുള്ളൂ. നമ്മുടെ ജീവിതം ഉത്കൃഷ്ടവും ശ്രേഷ്ഠവുമാവൂ. അങ്ങനെ മാത്രമേ നമ്മുടെ ജീവിതം ഉദ്ധരിക്കപ്പെടൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം ലഭിച്ചിട്ട് മറ്റുള്ളവർക്ക് നൽകുമ്പോഴല്ല, ഉള്ളത് കുറച്ച് തന്നെയായാലും അതിൽ നിന്നും സ്വന്തം മനസ്സോടെ ത്യാഗപൂർവം നൽകുക. തീർച്ചയായും മഹാലക്ഷ്മി ദേവി പ്രസാദിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് സർവ്വരോഗ ദുരിതങ്ങളിൽ നിന്നും മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷയും
ഈശ്വരാനുകൂലവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.